2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ചൈൽഡ് ഹെൽപ്പ് ലൈനും മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചൈൽഡ് ഹെൽപ്പ് ലൈനും മഹാത്മാ സ്നേഹ കൂട്ടായ്മയും സംയുക്തമായി പഠനോപകരണ വിതരണം നടത്തി. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ഭാവി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചിയിലാണ് പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ ബാഗ്, നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച പരിപാടിയിൽ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു. ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പിന്തുണയോടെ വിജയകരമായി നടന്ന ചടങ്ങ് സാമ്പത്തിക പരിമിതികൾ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിന് തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ താരം അഞ്ജന പുക്കുട്ടൻ, ഡോക്ടർ പ്രസന്നകുമാരി, അനൂസി കൊച്ചുകുഞ്ഞ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ സച്ചിൻ നായർ എന്നിവർ മുഖ്യാതിഥിയായി. അസീസ് ഇസാഖ് സെറ്റ് സ്വാഗതവും റഫീഖ് ഉസ്മാൻ സെറ്റ് നന്ദിയും പറഞ്ഞു. കുടുംബത്തിലുള്ള കുട്ടികളുടെ കല്യാണത്തിനാണ് ഫുഡും വസ്ത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. ദൈവാനുഗ്രഹം ഇതുവരെ നല്ല രീതിയിൽ കഴിയാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാകണം. എന്തായാലും ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്നില്ല. ഈ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞാൻ നമ്മുടെ MP സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. പഠനോപകരണ വിതരണ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നു. എല്ലാ വർഷവും വളരെ കൃത്യമായി മഹാത്മാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ശ്രീ ഷമീറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചടങ്ങാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഷമീർ എന്തിനാണ് ഇത് ചെയ്യുന്നത്. അത് ഷമീർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അധികരിക്കാൻ ഒന്നും കടന്നു വന്നിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം എല്ലാ വർഷവും മറൈൻ ഡ്രൈവിൽ എക്സിബിഷനുകൾ നടത്താറുണ്ട്. മിക്കവാറും എല്ലാ എക്സിബിഷനും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകാറുള്ളതാണ് പറഞ്ഞത്. സാധാരണ ആളുകൾ നടത്തുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഷമീർ ഇത് നടത്തിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി വലിയ തകർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് ഒരുതപ്പെട്ട പരിപാടിയൊക്കെ കമ്പനിക്ക് നഷ്ടമായി. പക്ഷേ ഷമീർ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ ഒരുപാട് എന്തായാലും ഭയങ്കര സന്തോഷമായി. അതിന് ഷമീറൊക്കെയുള്ള അതിൻ്റെ താങ്ക്സ് പറയാണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് എറണാകുളത്തിൽ തൊഴിലേക്ക് അറിയുമ്പോൾ പായസക്കടയിൽ കയറി. അവിടെ വെച്ചാൽ ഷമീറൊക്കെ പരിചയപ്പെട്ടു. അന്ന് പോലെ എൻ്റെ കൂടെ അങ്ങ് കൂടിയാണ്. എനിക്ക് വിടാൻ പറ്റുന്നത് എന്ത് ഫംഗ്ഷനാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ നോമ്പുകളൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത് പെരുന്നാളുണ്ടായിരുന്നു. പെരുന്നാളിനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇപ്പം മറക്കാതെ എന്നെ വിളിക്കും. അതാണ് ഏറ്റവും സന്തോഷം. എന്നെ വിളിക്കാതെ ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാക്കാം. എന്തായാലും മഹാത്മാക്കും ഒരുപാട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തു. ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് സ്വർണ്ണത്തിൻ്റെ വിലയും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയത്ത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.